ഹായ് ആമീസ്. ആർ സീസൺ 1 6th എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. 5th എപ്പിസോഡോട് കൂടി വി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഈ എപ്പിസോഡ് മുതൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ രണ്ടുപേരും ഫ്ലൈറ്റിലാണ്. സപ്പോറയിലോട്ടാണ് പോണത്. പോകുമ്പം ആർ സീസൺ 3 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് സബ് ടൈറ്റിലിന്റെ എററാണോ അതോ സീസൺ 3 സ്പോയിലർ ആണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അവർ അവിടെ എത്തുകയാണ്. എത്തിയപ്പോൾ തന്നെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. കൂക്കിയാണെങ്കിൽ ബിയറൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, ബിയർ കിട്ടി. പുറത്ത് നല്ല മഞ്ഞ് പെയ്യുണ്ട്. ആ സമയത്ത് ജിമിൻ ആൽബത്തിന്റെ ഷൂട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഷൂട്ടാണെങ്കിൽ ചെറിയ കുട്ടികളോടൊപ്പമായിരുന്നു. അവരാണെങ്കിൽ ജിമിനെ മിസ്റ്റർ പാർക്ക് എന്നാണ് വിളിച്ചിരുന്നതെന്നും. അപ്പൊ ജിമിൻഷി പറയാണ്, അങ്ങനെ വിളിക്കേണ്ട, ജിമിൻ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്റെ പേര് മാത്രമേ വിളിക്കാൻ പറഞ്ഞുള്ളൂ. അവരാണെങ്കിൽ അതിന്റെ കൂടെ ഒരു അങ്കിളും കൂടെ ഇട്ട് ജിമിൻ അങ്കിളാക്കി. ജിമിൻ മാമൻ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെക്കാൾ 20 വയസ്സ് എനിക്ക് കൂടുതലുണ്ടല്ലോ എന്നൊക്കെ ജിമിനും പറയുന്നുണ്ട്. കൂക്കി അങ്കിൾ എന്നൊക്കെ ജങ്കൂക്ക് പറഞ്ഞു നോക്കുന്നുണ്ട്. കൂക്കിക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കൺവീനിയൻസ് സ്റ്റോറിലോട്ട്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് കൂക്കി ജൂണേട്ടനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട് എന്നെ എങ്ങനെ നോക്കണം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു ജൂണേട്ടൻ. ഇതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് അവർ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആകെ മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. ജേക്ക് എണീറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ കൂക്കിനോട് തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ നല്ല കള്ളുടിയാണല്ലോ, ഇങ്ങനെയൊക്കെ കുടിക്കാൻ പാടുവോ? പിന്നെ ജിമിൻഷി എണീറ്റ് വന്നു, പുറത്തേക്ക് പോവാണ്. കൂക്കിക്കാണെങ്കിൽ കുറെ സൺഗ്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഏത് വെക്കണമെന്ന് കൺഫ്യൂഷൻ. അവസാനം ഒന്നെടുത്ത് വെച്ച്, മുടിയൊക്കെ വളർന്നിട്ടുണ്ടല്ലോ, ഒന്ന് വെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നോക്കട്ടെ, മാറങ്ങട്ടെ, നിന്നെ കൊണ്ട് വെട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് എന്നും പറഞ്ഞ ജിമിൻഷിന് ഒരൊറ്റ തള്ളു. കൂക്കി ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഫോട്ടോ എടുക്കാം വാ എന്നൊക്കെ ജിമിൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് അവർ ഇറങ്ങുകയാണ്. ഓരോന്ന് സംസാരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവരൊരു ജാപ്പനീസ് റെസ്റ്റോറന്റ് കണ്ടു. ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവർ അതിന്റെ പേരൊക്കെ വായിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വായിക്കാൻ പറ്റണില്ല. ഷിനി എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ മെനു മൊത്തം ജാപ്പനീസിൽ. എന്നാ പിന്നെ ടൂൾസ് എടുക്ക് എന്ന് ജിമിൻഷി പറയുന്നുണ്ട്. ട്രാൻസ്ലേറ്റർ ആയിരിക്കും. ജാപ്പനീസ് അറിയണ ആരും ഇല്ലടതൊന്ന് പറഞ്ഞു കൊടുക്കാൻ. വി ഇല്ലാണ്ട് പോയി. അങ്ങേർക്ക് കുറച്ച് ജാപ്പനീസ് ഒക്കെ അറിയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവര് ഫുഡ് ഓർഡർ ചെയ്തു. സ്പൈസി ഫുഡാണ് ഓർഡർ ചെയ്തത്. കുക്കി ബിയറൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവന്റെ കൂടി കണ്ടാൽ തോന്നുന്നു ഇവനെ പെറ്റിട്ടത് ബിയറിലാണെന്ന്. പാവ ജിമിൻഷി. ഇന്നും കണ്ണീന്ന് ലിറ്റർ കണക്കിനാ വെള്ളം വരുന്നത്. കരച്ചില് കണ്ട ചന്ദനമഴയത്ത് അമൃത വരെ ലജ്ജിച്ചു പോകും. ഗ്ലാസ് വെച്ചത് ഏതായാലും നന്നായി, പേപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാലോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്ന് കൂക്കിക്ക് ചൂടുള്ള എന്തെങ്കിലും കഴിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ കോഫി കുടിക്കാൻ പോയി. അവിടെ കുറെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങാണ്ടിരിക്കാൻ കൂക്കി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കൺട്രോൾ. നോക്ക് എന്റെ ഗ്ലാസ് നോക്ക്. ജിമിൻഷി അപ്പോഴേക്കും കോഫിയൊക്കെ വാങ്ങി പുറത്തോട്ട് ഇറങ്ങി. പിന്നെ അവര് കോഫി കുടിച്ചോണ്ട് നടക്കുന്നുണ്ട്. നിനക്കറിയാലോ, ഞാൻ എപ്പോഴും കോൾഡ് കോഫിയാണ് കുടിക്കുന്നത്, പിന്നെ ഈ തണുപ്പത്ത് ചൂടുള്ളതല്ലേ നല്ലത് എന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. അങ്ങനെ അവര് സഫോറോ സ്റ്റേഷനിലെത്തി. ഈ കാണുന്നതാണ് സഫോറോ സ്റ്റേഷൻ. ആൻഡ് കൂക്കി ബി ലൈക്ക്, ഈശ്വര കഴിക്കാൻ എന്തെങ്കിലും കിട്ടണേ. അങ്ങനെ രണ്ടുപേരും ട്രെയിനിൽ കയറി. പിന്നെ രണ്ടും കൂടെ പൊരിഞ്ഞ അഭിനയായിരുന്നു. എന്തൊരു റൊമാൻസ്. പ്രത്യേകിച്ച് ജിമിൻഷി. എന്താന്ന് വെച്ചാൽ ആ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോഴാണല്ലോ മിക്ക ഡ്രാമയിലും ഹീറോയിനെ കാണുന്നത്. അത് ഏത് ഡ്രാമ എന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. എനിക്ക് ഈ സീൻ കണ്ടപ്പം സൂര്യൻ നത്ത് നോക്കണ പോലെയുള്ള ഈ റൊമാൻറ്റിക് സീനാണ് ഓർമ്മ വന്നത്. അതാ എന്റെ നായിക. എന്റെ പൊന്നേ എന്തൊരു അഭിനയം. പിന്നെ കടല് കണ്ടപ്പം അഭിനയമൊക്കെ നിർത്തി. രണ്ടുപേരും ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെ ട്രെയിനിൽ ഇറങ്ങി സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ കുട്ടി എന്തൊരു ചെറുതാ. എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുന്ന കാര്യം വെച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ സങ്കടം വരുന്നു എന്ന് ജിമിൻഷി പറയുന്നുണ്ട്. ഈശ്വര, അതിനൊരു പെൺകുട്ടീനെ തന്നെ കൊടുക്കണേ. പിന്നെ രണ്ടുപേരും കൂടെ കാറി കയറി പോകുന്നുണ്ട്. ജിമിൻഷി ജിന്നേട്ടന്റെ സൂപ്പർ ട്യൂണ സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. എങ്ങനെ ജിന്നേട്ടന് ഇങ്ങനത്തെ ഒക്കെ പാട്ട് എഴുതാൻ പറ്റുന്നേ? ടീമിന് എല്ലാവരും ഭ്രാന്തന്മാരാ, ഞാൻ മാത്രമേ കുറച്ച് നോർമൽ ആയിട്ടുള്ളൂ. അല്ലടാ, നിനക്കും ഭ്രാന്താ എന്ന് കൂക്കിയും പറയുന്നുണ്ട്. പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവർ കുറെ നടന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞ് കാരണം ശരിക്കും അവർക്ക് കണ്ണുപോലും കാണാൻ കഴിയുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവര് ഒരു ബാറിലേക്കാണ് പോയത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും അകത്തൊരു വൻ സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ കൂക്കിന്റെ കണ്ണ് തള്ളിപ്പോയി. ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ബയോളജി ലാബിൽ ഓരോ സാധനങ്ങൾ കുപ്പിയിലാക്കി വെച്ച പോലെ വിസ്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഭക്തൻ ഭഗവതി, എന്തൊക്കെയാണ് ഈ കാണുന്നത്? പിന്നെ ഉള്ളിൽ കയറി വെള്ളപടി തുടങ്ങി. സ്വാഹ ഒരു 30 അടിച്ചിട്ടുള്ളൂ. അപ്പോതിനാണ് കിക്കായി. എന്നിട്ട് രണ്ടും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കുറച്ച് പോകുന്നതിന് ശേഷമാണ് പൈസ കൊടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ ജിമിൻഷി തിരിച്ചു പോയി പേ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടുപേരും വീണ്ടും ഇറങ്ങി നടക്കുന്നുണ്ട്. ജിമിൻഷി ആണെങ്കിൽ ചാടി നടക്കുകയായിരുന്നു. അങ്ങോട്ടോടുന്നോ ഇങ്ങോട്ടോടുന്നോ, ഓടണോ നിക്കണോ ചാടണോ എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയണ്ടിരുന്നില്ല. പിന്നെ രണ്ടുപേരും കുറെ സ്നോബോൾസ് ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട്. കളിയൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഫുഡൊക്കെ വന്നു. റൈസും സൂപ്പും ആണ്. അതിൽ മത്തനും വഴുതനയും ക്യാരറ്റും പിന്നെ ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. 2 വെണ്ടയ്ക്കും കൂടി ഇട്ടാ ഇവിടുത്തെ സാമ്പാറായി. കൊറിയൻസിനാണെങ്കിൽ വഴുതനയും ക്യാരറ്റും
ക്യാരറ്റ് ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൂക്കി പറയുന്നുണ്ട് വിയും നമ്മൾ രണ്ടുപേരൊക്കെ ഒരേ പ്രായമാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായേനേന്ന്. ഓ നല്ല രസാ, ഞാനും വിയും അടി കൂടുന്നത് നീ കണ്ടിട്ടില്ലേ. എന്നിട്ട് വിയും ജിമിൻഷിയും തമ്മിലുണ്ടായ ആ ഡംപ്ലിംഗ് ഫൈറ്റിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പറയും മാത്രമല്ല ജിമിൻഷി അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി സീസൺ 1 ആകെ 2 എപ്പിസോഡും കൂടെ ഉള്ളൂ. അപ്പം 7th എപ്പിസോഡായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.